സുന്ദരം എൻ്റെ കേരളം, എത്ര സുന്ദരം. ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും, ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും എൻ്റെ സഹോദരരായി, ഇവിടെ എൻ്റെ സഹോദരരായി. എൻ്റെ കേരളം എത്ര സുന്ദരം. പമ്പ എനിക്കൊരു പുണ്യനദി, പമ്പ എനിക്കൊരു പുണ്യനദി, മലയാറ്റൂർ മല പുണ്യമല. റംസാൻ നാളിൽ ഉദിക്കും ചന്ദ്രിക, അല്ലാഹുവിന്റെ കൃപാദീപം, അല്ലാഹുവിന്റെ കൃപാദീപം. എൻ്റെ കേരളം എത്ര സുന്ദരം, എൻ്റെ കേരളം എത്ര സുന്ദരം. ഈ രാജ്യത്ത് മദ്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മദ്യം നിരോധിക്കുക എന്നുള്ളത്. മദ്യനിരോധനം അനിവാര്യമാണ്. ഇവിടെ ആരൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്താലും വേണ്ടില്ല, ബോധവൽക്കരണം എന്നും പറഞ്ഞ് നമ്മൾ കുറേ ഭാഗം പറയുന്നുണ്ട്. കുറേ തട്ടിപ്പായി ബോധവൽക്കരണം എന്നൊക്കെ പറയുന്നത്. ക്ലാസ് എടുക്കാൻ വരുന്നവൻ പോലും ഇതിനകത്ത് വിശ്വാസമില്ലാത്തതാണ്. ക്ലാസ് എടുക്കാൻ വരുന്നതിനും ഇത് വിശ്വാസമൊന്നുമില്ല. മദ്യനിരോധനമായി എല്ലാവരും മദ്യവർജനം പറഞ്ഞേക്കാമെങ്കിൽ മദ്യനിരോധനമായതൊക്കെ പറഞ്ഞാൽ തട്ടിപ്പാ, ശുദ്ധ തട്ടിപ്പ്. ഗവൺമെൻറ്റും തട്ടിപ്പല്ല. സർക്കാരിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ ഇവിടുത്തെ പിണറായി വിജയനും അതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇതൊക്കെ അറിയത്തില്ലേ? എന്താ അവരൊന്നും ചെയ്യാത്തത്? മദ്യം നിരോധിക്കുക എന്നുള്ളത് കാറ്റ് പോകുന്നവർക്ക് അവർക്ക്. അത് കോൺഗ്രസ് ഗവൺമെൻറ് വന്നാലും ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൽ അത് വളരെ കൂടുതലാണ്. തമ്മിൽ വ്യത്യാസം അത്രയേ ഉള്ളൂ. ഇവർക്കാരും മദ്യം നിരോധിക്കാനായിട്ട് സാധിക്കണം. ഏറ്റവും വലിയൊരു വരുമാനം മദ്യത്തിൻ്റെ വരുമാനമാണ്. ഒരു വരുമാനമില്ലാതെ ഗവൺമെൻറ് റൺ ചെയ്യാൻ പറ്റില്ല. അതതിൻ്റെ വേറൊരു സൈഡ്. റൺ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് വരുമാനം വേണം. കാരണം ആ വാഹനത്തിൻ്റെ ഇന്ധനം പോലെയാണ് മനുഷ്യന് മദ്യമെന്ന ഇന്ധനം. വാഹനം ഇന്ധനമില്ലാതെ ഓടൂ. മനുഷ്യനും ഇന്ധനമില്ലാത്ത ഓടാത്ത ഒരവസ്ഥ വരിക. അവനെ ചലിപ്പിക്കണമെങ്കിൽ ഈ ഇന്ധനം വേണം. ആ ഇന്ധനം കൊണ്ട് സർക്കാർ മുതലാക്കുക. പലതും പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട് അവരെ. ആത്മാർത്ഥമില്ലാത്ത ഗവൺമെൻറ്, ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയം, അതെന്നിവിടെ അവസാനിക്കുന്നുവോ അന്ന് മാത്രമേ ഈ രാജ്യത്തിന് ഗുണം പിടിക്കൂ. ഈ രാജ്യത്ത് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ, ഈ രാജ്യത്ത് സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ, ഇവിടെ കൊലപാതകങ്ങളും മറ്റും അവസാനിക്കണമെങ്കിൽ ആദ്യം ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ചെയ്യേണ്ടത് മദ്യം പരിപൂർണമായി നിരോധിക്കുക എന്നുള്ളതാണ്. മദ്യനിരോധനം ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിലിവിടെ ഈ 418 ഷാപ്പിനെ സംബന്ധിച്ചുള്ള ഭയങ്കര വാഗ്വാദം ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിൽ നടന്നു. രണ്ടുപേരും 418 അടയ്ക്കണമെന്നൊക്കെയാണ്. പക്ഷെ ഉമ്മൻചാണ്ടി അല്പം വാലിട്ട്. ഉമ്മൻചാണ്ടി ചീഫ് മിനിസ്റ്ററാണ്. ഭരിക്കണമെങ്കിൽ ഇതിൻ്റെ കുറേ പൈസ ഇല്ലാതെ പറ്റത്തില്ല. സുധീരന് ഈ പ്രശ്നമില്ല. സുധീരന് മിനിസ്റ്ററില്ല, ഒന്നുമില്ല. സുധീരൻ 418 യാതൊരു വ്യവസ്ഥയില്ലാതെ അടച്ചു പൂട്ടണമെന്ന് പറഞ്ഞു. അവിടെ ഉമ്മൻചാണ്ടി അല്പം പിടിച്ചു വന്നു. അവസാനം നിവൃത്തിയില്ലാത്തപ്പോൾ ഉമ്മൻചാണ്ടിയും സമ്മതിച്ചു 418 അടച്ചു കൂട്ടാൻ പറഞ്ഞു. അതാണ് ഈ ഗവൺമെൻറ്റുകൾക്കുള്ള പ്രശ്നം അവിടെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണ്, നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. എവിടെ പ്രസംഗിക്കുമ്പോൾ എവിടെ പോയാലും വേണ്ടില്ല, മദ്യനിരോധനം മസ്റ്റായിട്ട് നടപ്പാക്കണം. ഏത് ഗവൺമെൻറ് ഇവിടെ ഭരിച്ചാൽ നമുക്ക് വിരോധമില്ല. പക്ഷേ മദ്യം ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ ഒരിക്കലും ഈ മദ്യനിരോധനം നടപ്പാകാൻ മതി. ഇതെങ്ങനെ നമ്മൾ ഒരു ഭയങ്കര കോൺട്രഡിക്ഷൻ അല്ലേ? ഇത്ര വലിയൊരു കോൺട്രഡിക്ഷൻ ഒരു ഗവൺമെൻറ് ചെയ്യുക. ഒരു വശത്തു കൂടി ഇഷ്ടം പോലെ മദ്യം ഇങ്ങനെ ഒഴുക്കുക, മറുവശത്ത് പറയുകയാണ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഞാൻ ചോദിക്കുക, നിങ്ങൾക്കില്ലേ നമ്മൾ ടാങ്കിലേക്ക് വെള്ളം വറ്റിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ടാപ്പ് ബ്ലോക്ക് ചെയ്യണം ഇല്ലേ? ടാപ്പ് അടയ്ക്കാതെ, വെള്ളം വീഴുന്ന ടാപ്പ് അടക്കാതെ കണ്ടിട്ട് ഈ ടാങ്കിലെ വെള്ളം വറ്റിക്കാൻ ഏത് ദൈവം വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം ഈ മദ്യത്തിൻ്റെ ഒഴുക്ക് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും അവസാനിപ്പിക്കും. എന്നിട്ട് പറയാം മദ്യനിരോധം. അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് ഒരേ ഒരു സന്ദേശം ഇതാണ്: മദ്യം നിരോധിക്കണമെങ്കിൽ
മദ്യരഹിതമായ ഒരു സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാകണമെങ്കിൽ ആദ്യം നാട് ഭരിക്കുന്ന ഗവൺമെൻറ്, ഈ നാട്ടിൽ ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, ഈ രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ ആദ്യം ഇവർ ചെയ്യേണ്ടത് മദ്യം പൂർണ്ണമായിട്ട് നിരോധിക്കുക. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.